ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, ഇന്നത്തെ നമ്മളെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത മാസം ഉണ്ണീൻ്റെ 7ാം മാസത്തെ വളകാപ്പും കാര്യങ്ങളൊക്കെയാണ്. അത് കഴിഞ്ഞപാടും അതിന് തൊട്ട് മുമ്പ് ഓണമാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ കുറച്ച് ഡ്രസ്സ് പർച്ചേസ് ചെയ്യാനുണ്ട്. ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് വാങ്ങാനുള്ള. പിന്നെ അതുപോലെ തന്നെ ഉണ്ണീൻ്റെ ഫോണ് അടിച്ചു പോയി ഗൈസ്. ഫോണല്ല, അത് ചാർജ് കയറുന്നില്ല, എന്തോ സീനുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് മൊബൈൽ ഷോപ്പിൽ പോയി ചെക്ക് ചെയ്യണം. അപ്പോൾ ഇപ്പം നമ്മൾ മാനന്തവാടി ടൗണിലാണ് ഉള്ളത്. ടൗണിൻ്റെ കുറച്ച് ഇപ്പുറത്താണ് ഉള്ളത്. പിന്നെ നേരെ ടൗണിലേക്ക് പോയി അവിടെ നിന്ന് സെഞ്ചുറി പോകണം, ബഡാവസാറ് പോകണം. പിന്നെ മൊബൈലിൻ്റെ ഇതും കൂടെ ചെക്ക് ചെയ്യാണ്ട്. അപ്പോൾ നമ്മൾ ഓരോ പരിപാടികളായിട്ട് തുടങ്ങാൻ പോകുന്നതാണ് കേട്ടോ. അപ്പോൾ ഗൈസ്, എന്നാ ആരംഭിച്ചാലോ? ഓക്കെ. അങ്ങനെ ഗൈസ്, ഇതാ നമ്മൾ മൊബൈലിൻ്റെ കംപ്ലൈൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വന്നപ്പോൾ ഫോണിൻ്റെ കുഴപ്പമൊന്നുമില്ല, ചാർജറിൻ്റെ കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ നമ്മൾ പുതിയൊരു ചാർജർ വാങ്ങാമെന്ന് വിചാരിച്ച് അപ്പോൾ ചാർജർ വാങ്ങി ഫോൺ ജസ്റ്റ് ഒന്ന് കുത്തിയിട്ടാണ് ഓഫായി പോയി. കുറച്ച് ചാർജും കൂടെ ആക്കിയിട്ട് പോകാമല്ലോ എന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുന്നതാണ് കേട്ടോ. അങ്ങനെ ഇപ്പോൾ അടുത്ത സ്ഥലത്തേക്ക് വന്ന് ബഡാബസാറിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ നിന്ന് കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ട്. നമ്മുടെ ഏച്ചീൻ്റെ കുട്ടികൾക്കുള്ള കുറച്ച് ഡ്രസ്സും കർച്ചീഫും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്നാണ് വാങ്ങുന്നത്. അപ്പോൾ അത് സെലക്ഷനിലാണ് നമ്മൾ. അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഉണ്ണി കുറേ നൈറ്റി കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. കുറച്ചെൻ്റെ കയ്യിലും വെച്ച് തന്നിട്ടുണ്ട്. അവളേതോ തപ്പിക്കൊണ്ട് നിൽക്കുന്നതാണ്. അപ്പോൾ ഞാനതും പിടിച്ചിങ്ങനെ പോസ്റ്റിലാണ് ഇപ്പോൾ എടുക്കുന്ന വെച്ചിട്ട്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത മാസം വളകാപ്പുള്ളതുകൊണ്ട് അതിന് ചെരുപ്പും കാര്യങ്ങളൊക്കെ എടുക്കണം. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ വാങ്ങാമെന്ന് വിചാരിച്ച് നേരെ അതിൻ്റെ ഒരു സെലക്ഷനിലാണ്. ഏതെടുക്കുന്നുള്ളൊരു കൺഫ്യൂഷനിൽ നിൽക്കുകയാണ്. ഇനിയിപ്പോൾ എന്തൊക്കെയോ കുപ്പിയോള വേണം, പൊട്ട് വേണം, എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നേരെ ഫാൻസിയിലേക്ക് തന്നെ കയറി ഇനിയിപ്പോൾ അതൊക്കെ തപ്പിക്കൊണ്ട് നിൽക്കുന്നതാണ്. അങ്ങനെ ഇപ്പം ഏകദേശം 1 മണിക്കൂറിലെ ബഡാവസാരത്തെ പർച്ചേസ് കഴിഞ്ഞ് നേരെ സെഞ്ചുറിയിലേക്ക് വന്ന് ഇവിടെ വന്നത് നമുക്ക് സാരി എടുക്കണം, ഓണത്തിന് ഡ്രസ്സ് എടുക്കണം, അങ്ങനെ കുറച്ച് സാധനങ്ങൾ എടുക്കാണ്ട്. ആദ്യം തന്നെ വന്നപ്പോൾ സാരി നോക്കിക്കൊണ്ട് നിൽക്കുന്നതാണ്. ഒരുപാട് കളക്ഷൻസ് ഇപ്പോൾ വന്നിട്ടുണ്ട്. അതിൽ നമ്മൾ ഒരു കളറും കാര്യങ്ങളും നോക്കി വെച്ചിട്ടുണ്ട്, അതെടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ അതിൻ്റെ ഒരു സെർച്ചിങ്ങിലാണ്. അങ്ങനെ 2-3 സാരി കാര്യങ്ങളൊക്കെ നോക്കി ഇഷ്ടപ്പെട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഉടുത്ത് നോക്കുന്നതാണ് ഉണ്ണി അവിടെ. അങ്ങനെ കുറച്ച് നേരത്തെ സാരി നോക്കലിന് ശേഷം നമ്മളൊന്ന് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നേരെ അടുത്ത ടോപ്പും കാര്യങ്ങളൊക്കെ വാങ്ങാമെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പം പിന്നെ നേരെ ആ ഒരു സെക്ഷനിലേക്ക് പോവുകയാണ്. ഉണ്ണി വന്നോടെ അവിടുന്ന് തപ്പിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഉണ്ണിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞ് ഇനിയിപ്പോൾ നേരെ എനിക്ക് ഷർട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് എടുക്കണം. അപ്പോൾ നേരെ അടുത്തൊരു ഫ്ലോറിലേക്ക് പോകുന്നതാണ് കേട്ടോ. ഇവിടെ വന്നപാടും ഒരുപാട് കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓണം പ്രമാണിച്ച് കുറേ കളക്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഓരോന്ന് നോക്കുന്നതാണ്. നമുക്ക് സാരിക്ക് മാച്ചായ ഒരു ഷർട്ട് എടുക്കണം. പിന്നെ അതുപോലെ തന്നെ ഓണത്തിനിടാനും വേണ്ടിയിട്ട് ഒരു ഷർട്ട് എടുക്കണം. അപ്പോൾ അതൊന്ന് തപ്പിക്കൊണ്ട് നിൽക്കുന്നതാണ്. അവർ ആ കളറ് അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരത് നോക്കിക്കൊണ്ട് നിൽക്കുന്നതാണ് അവിടുത്തെ സെയിൽസ് എക്സിക്യൂട്ടീവ്സ്.
അങ്ങനെ ഗൈസ് ഇതാ സെഞ്ചുറിയിൽ ഏകദേശം 1.5 മണിക്കൂർ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഇതാ വീണ്ടും ഉണ്ണി ടോപ്പ് എടുക്കാൻ വേണ്ടി താഴേക്ക് ഇറങ്ങിയതാണ്. ഇത് ഉണ്ണിക്ക് വേണ്ടിയിട്ടല്ല, ഉണ്ണീൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് വീണ്ടും നമ്മൾ അടുത്ത ഫ്ലോറിലേക്ക് വന്നു. അങ്ങനെ ഏകദേശം ഒന്നെടുത്ത് അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നമ്മുടെ C2 Me2 നമ്മളെ ഏച്ചീൻ്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഡ്രസ്സ് എടുക്കണം. അപ്പോൾ അത് തപ്പിക്കൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. ഏകദേശം നമ്മൾ സെഞ്ചുറി കയറിയിട്ട് ഇപ്പോൾ ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടാവും. ഒന്നും ഇതുവരെ കഴിച്ചിട്ടില്ല. ഇതിപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങി ബില്ല് ചെയ്തുകൊണ്ടിരിക്കുക. ആ സമയത്ത് അവിടെ ചേച്ചി ഒരു ജ്യൂസ് കൊണ്ട് തന്നോന്ന് അതും കഴിച്ച് ഇനിയിപ്പോൾ നേരെ സാധനങ്ങളെടുത്ത് തിരിച്ചിറങ്ങുന്നതാണ് കേട്ടോ. ഉണ്ണീൻ്റെ കയ്യിൽ 2-3 പാക്കറ്റൊക്കെ ഉണ്ട്. ഇതാ അപ്പം നേരെ നമ്മൾ സെഞ്ചുറിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ വണ്ടിയിലേക്ക് പോവാണ്. അപ്പോൾ ഗായ്സ് ഇതാ നമ്മളെ ഇന്നത്തെ ദിവസത്തെ ഓണം പർച്ചേസ് എല്ലാം കഴിഞ്ഞതാ. വണ്ടി കയറിയിട്ടുണ്ട്. രാവിലെ തുടങ്ങിയതാ. ബേക്കിലെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ബഡാവ് സാറ്, സെഞ്ചുറി, അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും ഇന്ന് ടൗണിൽ മൊത്തം ഒന്ന് ചുറ്റി. രാവിലെ തുടങ്ങിയ ഓട്ടോ ആയിരുന്നു. ഫുഡൊന്നും കഴിച്ചിട്ടില്ല. ഇപ്പോൾ 3:10 ഇനിയിപ്പോൾ നേരെ പോയി ഫുഡ് കഴിക്കണം. എന്നിട്ട് നേരെ വീട്ടിലേക്ക് വിടാനുള്ള പരിപാടിയാണല്ലേ. എങ്ങനെയുണ്ട് ഇന്നത്തെ എൻ്റെ മട്ടപ്പൂര്? ഫുഡ് കഴിക്കാത്തതുകൊണ്ട് ഭയങ്കര ക്ഷീണം. അപ്പം പിന്നെ നമ്മൾ നേരെ പോകുന്നതാണ് കേട്ടോ. ഇതാ സെഞ്ചുറിന് മുന്നിൽ തന്നെ ആളെ പാർക്കിങ്ങിലാണ്. അപ്പോൾ ഗൈസ് ഇന്നത്തെ ഒരു വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്തൊരു ദിവസം കിടിലൻ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് കണ്ടുമുട്ടാം കേട്ടോ. അപ്പം ബൈ.